ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വേദിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സനോജിന്റെ കോളേജിൽ സനോജിനോടൊപ്പം പഠിച്ചവരും അതിന്റെ ജൂനിയറും സീനിയറും ഒക്കെ ആയിട്ട് പഠിച്ചവരാണ് ഈ വേദിയുടെ ഒരു പ്രത്യേകത. എന്തായാലും ഇക്കുറി ഒരു കന്നി അംഗമാണ്. പേടിയൊന്നുമില്ലല്ലോ? ഒരു പേടിയില്ല. കാരണം ഈ മട്ടന്നൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പരിചിതമായ ഒരു പ്രദേശമാണ്. എൻ്റെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ കാലവും എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസ കാലവും എൻ്റെ ബാലസംഘം SFI ജീവിതവുമെല്ലാം ഈ പ്രിയപ്പെട്ട സഖാക്കളുടെ കൂടെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ അറിയുന്ന ആളുകൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ പര്യടനത്തിനൊക്കെ ഭാഗമായി വീണ്ടും പരിചയം പുതുക്കുന്നു. അതൊക്കെ വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത് ഇങ്ങനെയുള്ള സംഗമങ്ങൾ. ഇത്തവണ ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണ പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. ടീച്ചർ ഇത്തവണ പേരാവൂരാണ്. സനോജിന് വേണ്ടി ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയൊന്നും അതൊക്കെ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉണ്ടാക്കുന്ന ചില പ്രചരണങ്ങളാണ്. ശൈലജ ടീച്ചർ ഇവിടെ 5 വർഷം MLA ആയിരുന്നു. അതിന് മുന്നേ 10 വർഷം EP ജയരാജനായിരുന്നു. ടീച്ചർ നേരത്തെ ജയിച്ച മണ്ഡലത്തിലാണ് ഇപ്പോൾ ടീച്ചർ മത്സരിക്കുന്നത്. ഒരു തവണ ടീച്ചർ അവിടെ ജയിച്ചിരുന്നു. അപ്പോൾ കടുത്ത മത്സരത്തിൽ കൂടി പേരാവൂർ മണ്ഡലം നമ്മൾ തിരിച്ചു പിടിക്കും. അതിന് ടീച്ചറെ നിയോഗിച്ചിരിക്കുകയാണ് പാർട്ടി. അടിപൊളിയാണ്. കന്നി അംഗത്തിന്റെ ഒരു നിയമസഭാ പോരാട്ടത്തിന് ഒരു ചൂരും അതായത് തെരഞ്ഞെടുപ്പിന്റെ ചൂട് എന്തായാലും ഉണ്ടാവും. അല്ലാതെ കാലാവസ്ഥയുടെ ചൂടും എല്ലാം കൂടി കൂടുമ്പോൾ എങ്ങനെ ഒരു കന്നി അംഗം എങ്ങനെ തോന്നുന്നു? ജനങ്ങൾക്കിടയിൽ നിന്ന് നല്ല പ്രതികരണമാണ്. സാധാരണ നമ്മൾ ഒരുപാട് ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ വന്നില്ലെങ്കിലും ഈ ഒരു മൂന്നാമതൊരു ഗവൺമെന്റിനെ ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. സാധാരണ 5 വർഷമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് വിരുദ്ധ വികാരം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷെ 10 വർഷം കഴിഞ്ഞിട്ടും ഗവൺമെന്റ് വിരുദ്ധ വികാരം ഇല്ല എന്ന് മാത്രമല്ല, ഗവൺമെന്റിന് അനുകൂലമായ ഒരു തരംഗം ഈ ഗവൺമെന്റ് തുടരണം എന്ന ഒരു ആഗ്രഹം ആളുകളെല്ലാം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഈ പ്രചരണങ്ങളെല്ലാം ഞങ്ങൾ ഇടപെടുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്ത ആളുകൾ പോലും വോട്ട് ചെയ്യും എന്ന് പറയുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ആളുകളെയൊക്കെ കാണാൻ കഴിയും. ഇത് പ്രധാനപ്പെട്ട GS പ്രദീപ് ഉൾപ്പെടെ. എന്തുണ്ട് സനോജ്? ഞാൻ പറഞ്ഞില്ലേ, മിടുക്കരൊക്കെ വേറെ ഒരുപാട് പേരുണ്ട് കേരളത്തിലെമ്പാടും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലോകത്തിൽ എത്രയോ മിടുക്കരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മിടുക്കരെ കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ മികച്ചൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഈ DYFI പ്രവർത്തനത്തിന് പിന്നെ മലയാളികൾ കൊടുക്കുന്ന ഒരു അംഗീകാരമായി മട്ടന്നൂരിൽ വോട്ടായി പതിവല്ലേ? അത് നമ്മുടേത് മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യമുണ്ട്. ഒരു വിദേശ മാധ്യമം സീ ദ സ്പിരിച്വാലിറ്റി ഓഫ് യൂത്ത്ഡം എന്നൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ഡെൻമാർക്കിലാണ്. അവർ പറഞ്ഞത്, ഒരു നാട് പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് 10,95,00,000 രൂപ സംഭാവന ചെയ്ത് റീസൈക്കിൾ ചെയ്യാൻ ഒരു നാട്ടിലെ ഒരു യുവജന പ്രസ്ഥാനത്തിന് കഴിഞ്ഞു DYFI എന്ന്. ഒറ്റ കാര്യമാണ്, അതായത് സനോജിന് കൊടുക്കുന്ന ഒരു വോട്ട് പാഴായി പോവില്ല എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ്. സനോജിന് കൊടുക്കുന്ന വോട്ട് സനോജിനല്ല, നമുക്ക് ശേഷം വരുന്ന നാടിലെ നാളെയുടെ മക്കൾക്ക് ജയിച്ച നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയുള്ള വോട്ടാണ്.